മണിവരും പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മളുടെ നീതി പ്രവർത്തികളെല്ലാം അല്ലെ, നമ്മുടെ റൈച്ചസ്നെസ് എല്ലാം കറ പുരണ്ട തുണി പോലെയായിരുന്നു. ഒന്നിനും കൊള്ളാത്ത പഴന്തുണി പോലെ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ തറയൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. അതുപോലെയായിരുന്നു നമ്മളുടെ ഒരു അവസ്ഥ അല്ലെ. പക്ഷെ അവത്തിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അല്ലെ, അവന്റെ റൈച്ചസ്നെസ് കൊണ്ട് അല്ലെ, യേശുക്രിസ്തുവിന്റെ റൈച്ചസ്നെസ് കൊണ്ട് നമ്മളെ ഒരു ഉടുപ്പ് പോലെ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് യേശുക്രിസ്തു. ക്രോസ് ഓഫ് കാൽവരിയിൽ നമ്മുടെ കറപുരണ്ട തുണി പോലുള്ള റൈച്ചസ്നെസ് എടുത്ത് മാറ്റിക്കളഞ്ഞുകൊണ്ട് അവന്റെ അതായിട്ടുള്ള റൈച്ചസ്നെസ്സും ജീവനും അല്ലെ, ഫ്രീ ഗിഫ്റ്റ് സാൽവേഷനും എല്ലാം നമുക്ക് തന്ന് നമ്മളെ ക്ലോത്ത് ചെയ്തിരിപ്പിക്കുകയാണ് നമ്മുടെ ദൈവം അല്ലെ. എവിടെ ചെന്നെത്തേണ്ട വ്യക്തികളായിരുന്നു നമ്മൾ, പക്ഷെ ഇന്ന് നമ്മൾ ഉയർത്തിയിരിക്കുകയാണ് യേശുക്രിസ്തു. നമ്മൾക്ക് വേണ്ടി മരിച്ചവൻ, നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ അല്ലെ. നമ്മളെ ദൈവത്തിന്റെ റൈച്ചസ്നെസ് കൊണ്ട് നമ്മളെ എന്താ പറയുക, ഗ്ലോറിഫൈ ചെയ്ത ദൈവം. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു വന്നിരിക്കുന്ന കർത്താവേ, മരണത്തിന്റെ പിടിയിലായിരുന്നു ഞങ്ങളെ കർത്താവ്. അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് കർത്താവ് അങ്ങയുടെ റൈച്ചസ്നെസ് കൊണ്ട് ഞങ്ങളെ ക്ലോത്ത് ചെയ്തിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഒരു കാലത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്ലോറിയെ കർത്താവിന് ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ. ഫാദർ, ഒരു ന്യൂനെസ് ഓഫ് ലൈഫ് തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ജീവനുണ്ട് കർത്താവ്, ജീവിതമുണ്ട് കർത്താവ്, ലൈറ്റ് ഉണ്ട് ഞങ്ങളുടെ ഉള്ളിൽ. ഒരു കാലത്ത് ഞങ്ങള് കർത്താവ് പാപത്തിന്റെ കാരാഗ്രഹത്തിലായിരുന്നു. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ മൊത്തം ഡാർക്കായിരുന്നു കർത്താവെ. ഞങ്ങൾ ആയിരുന്നത് ഡാർക്ക്നെസ്സിലാ. ഓ മാസ്റ്റർ ഗോഡ്. പക്ഷെ അവിടെ ഒന്നും ഞങ്ങളെ നിർത്താൻ കർത്താവ് താല്പര്യപ്പെടാതെ അവിടെ നിന്നെല്ലാം ഞങ്ങളെ അങ്ങയുടെ കിരീടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ വാഴ്ചയെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ഞങ്ങളെ അങ്ങയുടെ രക്തത്തിന്റെ കോട്ടയിലാക്കി നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ. യേശുനാഥന്റെ പിതാവ് അങ്ങേക്കായിട്ടും മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡോട് നന്ദി പറഞ്ഞു. യേശുനാഥനാമേ. നമുക്കിന്ന് മാർക്കോസിലേക്ക് പോകും. മാർക്കോസിന്റെ 5-ാമത്തെ ചാപ്റ്ററിന്റെ 25 തൊട്ട് 34 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടിരിക്കുന്ന വാക്കുകളാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പറ്റിയുള്ള കാര്യമല്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്നു സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒരു ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട്. ഒന്ന് വിചാരിച്ച്, സ്ത്രീയുടെ ഒരു അവസ്ഥ ഒന്ന് വിചാരിച്ചു നോക്കിയേ അല്ലെ. ഒന്നാമത് രക്തസ്രാവം 12 വർഷങ്ങള്. ഒരാഴ്ച രക്തസ്രാവം ഉണ്ടെങ്കിൽ കഷ്ടപ്പെടുന്നു പോകുന്ന മനുഷ്യർ നമ്മള്. 12 വർഷവും ഈ സ്ത്രീ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുവകകളും മൊത്തം ഇതിനു വേണ്ടി ചെലവഴിച്ചതിന് ശേഷം ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, താൻ സുഖപ്പെടുമോ എന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവർ. അപ്പൊ അന്നത്തെ കാലത്തെ ഡോക്ടർമാരും ഇന്നത്തെ കാലത്തെ ഡോക്ടർമാരും ഒക്കെ പോലെ തന്നെ ആയിരുന്നു എന്ന് ചുരുക്കം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇന്നത്തെ പല ഡോക്ടർമാരും പണം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിപാടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇത് അല്ലെ. നമുക്കറിയാം, പല ഹോസ്പിറ്റലുകാരും രോഗികളായിട്ട് ചെല്ലുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് എത്രമാത്രം കാശാണ് അടിച്ചു മാറ്റുന്നത് അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ഈ സ്ത്രീന്റെ കാര്യം അങ്ങനെ തന്നെ. കയ്യിലുണ്ടായിരുന്ന മൊത്തം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു പാവം സ്ത്രീ അല്ലെ. അവര് യേശുവിനെ പറ്റി കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 8ാമത് വാക്കോട്ട്, അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. അപ്പൊ അവള് ആദ്യമായിട്ട് സംസാരിക്കുന്ന അവളോട്, തന്റെ വിശ്വാസത്തെ പറ്റി പറയുന്ന അവളോട് തന്നെ സംസാരിക്കുന്ന അല്ലെ. നമുക്ക് മറ്റുള്ളവരോട് പ്രീച്ച് ചെയ്യാനൊക്കെ വലിയ താല്പര്യം, പക്ഷെ നമ്മളോട് തന്നെ സംസാരിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് താല്പര്യമില്ല. വിശ്വാസത്തിലുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടി വരുന്ന പല കാര്യം വരുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകും. പക്ഷെ അതേ വിശ്വാസത്തിന്റെ കാര്യത്തെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ വലിയ താല്പര്യമുള്ള വ്യക്തികളാണ് നമ്മൾ. പക്ഷെ ഈ സ്ത്രീ എങ്ങനെ ചെയ്തു വെച്ചാൽ, അവളോട് തന്നെ ഇങ്ങനെ സംസാരിക്കുക, അവന്റെ വസ്ത്രത്തിലെങ്കിലും ഞാൻ തൊട്ടാൽ ഞാൻ രക്ഷപ്പെട്ടു.
ഇടും എന്ന് അവരുടെ മനസ്സിനോട് ആ ഹൃദയത്തോട് പറഞ്ഞ് പറഞ്ഞ് മനസ്സിനെ ഹൃദയത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ രക്ഷപ്പെടും, എനിക്ക് തൊട്ടാൽ മതി, അവന്റെ വസ്ത്രത്തിലെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് വിശ്വാസം പറഞ്ഞ് പഠിപ്പിക്കേണ്ട നമ്മുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തെയാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. 29ാമത്തെ വാക്കോട്ട് പറയുവാണ്, ക്ഷണത്തിൽ അവനെ 28 വായിക്കുക, അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നു അവന്റെ വസ്ത്രം തൊട്ടു അല്ലെ. അവൾ പറയുക മാത്രമല്ല ചെയ്തത്, തന്നോട് തന്നെ പ്രീച്ച് ചെയ്ത് തന്നെ ചെയ്തത്, അവന്റെ വസ്ത്രത്തിൽ വന്ന് തൊട്ടു. അവളുടെ രക്തസ്രാവം നിന്ന് ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് വന്നു അവന്റെ മുമ്പിൽ വീണു വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ സ്ത്രീ തനിക്ക് തന്റെ വിശ്വാസത്തിൽ യേശുവിനെ ചെന്ന് തൊട്ട് കഴിഞ്ഞ ശേഷം തനിക്ക് സുഖമാകുന്നു. അതിനുശേഷം യേശു അവരെ മുമ്പോട്ട് വിളിക്കുമ്പോൾ അവര് ഭയപ്പെട്ടിട്ട് വിറച്ചുകൊണ്ട് വരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സ്ത്രീ തനിക്ക് സംഭവിച്ചറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുന്നിൽ വീണു വസ്തുതയൊക്കെ അവനോട് പറഞ്ഞു. എന്തിനാണ് ആ സ്ത്രീ ഭയപ്പെട്ടത് അല്ലെ? ഒന്ന് വിചാരിച്ചു നോക്കി. തനിക്ക് അപ്പൊ കിട്ടിയ ഒരു അനുഗ്രഹത്തെ ഒത്ത് സന്തോഷിക്കുന്നതിന് പകരം യേശു അവളെ മുമ്പോട്ട് വിളിച്ച് ഭയപ്പെടുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ യേശു അവളോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോകൂ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ദൈവം ജൂതന്മാർക്ക് കൊടുത്തിരിക്കുന്ന ലോയിനെ പറ്റി അല്ലെ, ന്യായപ്രമാണത്തെ പറ്റി നമുക്ക് കാര്യങ്ങൾ അറിയാവുന്ന. ഇപ്പൊ ലേവ്യ പുസ്തകത്തിന്റെ 15ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് രക്തസ്രാവമുള്ള സ്ത്രീകൾ എങ്ങനെയായിരിക്കണം. രക്തസ്രാവമുള്ള സ്ത്രീകൾ അല്ലെ, അവർ അശുദ്ധിയാണ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവര് തൊടുന്നതോ കാര്യങ്ങളെല്ലാം അശുദ്ധമായി തീരുന്നു. അവര് കടന്ന കട്ടിലിലോ അവര് തൊട്ട കാര്യങ്ങളിലോ ഒക്കെ തൊടുന്ന ആൾക്കാരും അശുദ്ധിയായി തീരുന്നു. അത് എന്താ പറഞ്ഞ, അങ്ങനെ ആരെങ്കിലുമൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവര് വൈകുന്നേരം വരെ മാറിയിരിക്കണം, അവര് കുളിക്കണം എന്നൊക്കെ ദൈവം പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ലോയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ സ്ത്രീ എന്ന് യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ തൊടുകയോ ചെയ്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് മനഃപൂർവ്വം യേശുക്രിസ്തുവിനെ തൊട്ടപ്പോഴേക്കും മനഃപൂർവ്വം യേശുക്രിസ്തുവിനെ അശുദ്ധിയാക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ത്രീ ഭയപ്പെട്ടുകൊണ്ട്, അയ്യോ ഞാൻ തൊട്ടുപോയല്ലോ എന്നുള്ള ഒരു കാര്യത്തില് അവര് ചെന്ന് ഭയപ്പെട്ടുകൊണ്ട് അല്ലെ, അവര് ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് അവര് ഭയപ്പെട്ടുകൊണ്ട് അവര് മുമ്പോട്ട് ചെല്ലുന്നതിന്റെ കാര്യം. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ആ സ്ത്രീ ഇവിടെ എന്താ പറയുക, അവരുടെ രക്തസ്രാവം പോയി അവര് വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്തു എന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് വലിയ ഒരു സത്യമാണ്, ദൈവത്തിന്റെ ഒരു സത്യമാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നോക്ക്, യേശുക്രിസ്തു ഒരിക്കൽ പോലും ആ സ്ത്രീയോട് നീ എന്തിനാണ് എന്നെ തൊട്ട് എന്നെ അശുദ്ധിയാക്കിയെന്നുള്ള കാര്യം ചോദിക്കുന്നില്ല. പകരമായിട്ട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് യേശു ആണല്ലോ ലോ കൊടുത്തിരിക്കുന്ന ആള്. ദൈവം അല്ലെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെങ്കിൽ ലോ കൊടുത്ത ആള് തന്നെ പറഞ്ഞിരിക്കുക, നീ സമാധാനത്തോടെ പൊക്കോളൂ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എന്തിനാണ് യേശുക്രിസ്തു ആ ലോ ഇവള് ബ്രേക്ക് ചെയ്തത്? അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നത് അല്ലെ, അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്ന ഒരു കാര്യം എന്താ? അപ്പൊ നമുക്കറിയാം ഒരു കാര്യം, ലോ ദൈവം കൊടുത്തിരുന്നത് റോമർക്കെഴുതിയ ലേഖനത്തെ അനുസരിച്ച് 3ാമത്തെ ചാപ്റ്ററിന്റെ 20ാമത്തെ വാക്ക് അനുസരിച്ച് നമുക്കറിയാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ അല്ലെ, ന്യായപ്രമാണം കൊടുത്തിരുന്ന മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ അത് തന്നെയല്ല, ലോ ദൈവം കൊടുത്ത ലോ ഇപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ പാപം ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ദൈവം ലോ കൊടുത്തു. അതോടൊപ്പം തന്നെ സോഷ്യലി അത് മനുഷ്യർക്ക് ബെനിഫിറ്റ് ആയിരിക്കണം എന്നുള്ളതിനു വേണ്ടി കൂടെയാണ് ലോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഇതിങ്ങനെ വിചാരിച്ചു നോക്കി. നമുക്കറിയാം, 2 ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ ഈ ലേവ്യക്കെഴുതിയ പുസ്തകത്തിന്റെ 15ാമത്തെ ചാപ്റ്ററിന്റെ കാര്യത്തില്
നമുക്കറിയാം ആ സ്ത്രീ രക്തസ്രാവമുള്ള സ്ത്രീകൾ അശുദ്ധിയാണ്, അവരെ ആരും തൊടരുത് എന്നൊക്കെ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്. രക്തസ്രാവം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ശാരീരികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലെ? എന്താ പറയാ, തളർച്ചയൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോ ദൈവം ഇവിടെ ഇവരെ തൊടുന്നത് ഇവര് അശുദ്ധിയാകും എന്ന് പറയുമ്പോ ദൈവം അവിടെ ആ ഒരു ലോ കൊടുത്തിരിക്കുന്നതിന്റെ പുറകിലുള്ള ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണല്ലോ അല്ലെ. ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാല് കമ്പാഷൻ ആണ് അല്ലെ. ഒരു എന്താ പറയാ, ഒരു മേഴ്സി, കമ്പാഷൻ, അതൊക്കെ വെച്ചാണ് ദൈവം ഓരോ കാര്യം കൊടുക്കുന്നത്. ഈ സ്ത്രീകള് അവർക്ക് രക്തസ്രാവമുള്ളപ്പോ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കുമല്ലോ ദൈവം കൊടുത്തിരിക്കുന്നത്. വേറെ ഉദാഹരണം പറയുവാണ് ശാബത്തില് അന്ന് യേശുവിന്റെ ശിഷ്യന്മാര് ശാബത്തില് നടന്നു പോകുമ്പോ ഇച്ചിരി ഗ്രെയിൻ പറിച്ച് തിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കടന്നുകൊണ്ട് ഈ ഫാരിസീസ് സാദുസീസ് കടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കിയപ്പോ യേശുക്രിസ്തു പറഞ്ഞു, ഞാന് ആ ശബാത്തിന്റെ കൂടെ ലോഡാണ് അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ദൈവം കൊടുത്തിരിക്കുന്ന ശബാത്തിനെ പറ്റി ദൈവം ഒന്നും അവരെ ഓർമ്മിപ്പിക്കുക. ശബാത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം റെസ്റ്റ് എടുത്ത പോലെ ഒരു ദിവസം എല്ലാവർക്കും റെസ്റ്റിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ആരും വർക്ക് ചെയ്യരുത് എന്ന് പറയുമ്പോ കാളകൾക്ക് എന്താ പറഞ്ഞ, ആ നിലം ഉഴുന്ന കാളകൾക്ക് അവർ ഈ ജൂതന്മാരുടെ ഇടയിലുള്ള സെർവന്റുമാർക്ക് അവർക്കെല്ലാം കിട്ടുന്നതിന് വേണ്ടി ഒരു ദിവസം റെസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ദൈവം പറഞ്ഞിരിക്കുക. ശബാത്ത് നോക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അതാണല്ലോ അതിന്റെ പുറകിലുള്ള ഒരു ലോ എന്ന് പറഞ്ഞ ഒരു കമ്പാഷൻ അല്ല. ദൈവം പറയുന്നത് ഒരു കമ്പാഷൻ എന്നുള്ള ഒരു നിലയിലാണ്, ഒരു മേഴ്സി, ഒരു കരുണ, അതാണ് ദൈവം അവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പോ ദൈവം സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ശബാത്തിലോ നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോ അല്ലെ. പിന്നെ നമുക്കറിയാം ജൂബിലി വർഷത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 49 ശബാത്ത് വർഷം കഴിയുമ്പോ പിന്നെ 50ാമത്തെ വർഷം ജൂബിലി വർഷം എന്ന് പറയുമ്പോഴും അവിടെ ദൈവം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു കരുണയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പല വ്യക്തികൾ അവരുടെ ഭൂമി അല്ലെ പണയത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ 50ാമത്തെ വർഷം അത് റിലീസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും അല്ലെ. മണി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണല്ലോ 50 വർഷം വരെയൊക്കെ ഭൂമി തങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ ഇൻഹെറിറ്റൻസ് ആണ്, അവരുടെ അവകാശമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമി അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ അങ്ങനെ 50 വർഷം വരെ അവർക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ. അപ്പൊ ദൈവം ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് 50ാമത്തെ വർഷം നിങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ദൈവം കാണിക്കുന്ന കരുണയാണ്. അപ്പൊ ന്യായപ്രമാണം ദൈവം കൊടുത്തിരിക്കുന്നത് മനുഷ്യരുടെ ഉള്ളിൽ പാപമുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയും റോമക്കത്തിനകത്ത് 3ാമത്തെ ചാപ്റ്ററിന്റെ 20ാമത്തെ വാക്കനുസരിച്ച് പാപമുണ്ട് എന്ന് പാപത്തിന്റെ ബോധം വരുത്തുന്നതിന് ഒപ്പം തന്നെ പിന്നെ മനുഷ്യർ ഈ സമൂഹത്തില് അവരെങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കാരുണ്യം കാണിക്കണം എന്നതും കൊണ്ട് വെച്ചിട്ടാണ് അല്ലെ. അതിനുവേണ്ടിയാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സമൂഹം. എന്താ വെച്ചാല് ഇസ്രായേൽ എന്ന രാജ്യം എങ്ങനെയായിരിക്കണം അല്ലെ. അവരുടെ അവർക്ക് വേണ്ടി ദൈവം ലോ കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ രാജ്യം അത് പൊളിറ്റിക്കലി ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമായിരിക്കണം, സോഷ്യലി ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമായിരിക്കണം. അവർ ദൈവത്തിനോടുള്ള വർഷിപ്പ് ചെയ്യുന്നത് ദൈവത്തോട് അവരുടെ ബന്ധം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമായിരിക്കണം അല്ലെ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഈ ഭൂമിയെ മൊത്തം ഭൂമിയുടെയും എല്ലാം ദൈവമാണ്. നമ്മുടെ ചർച്ചിൽ മാത്രം ഞായറാഴ്ച മാത്രമുള്ള ദൈവമല്ലല്ലോ. അപ്പൊ ഇസ്രായേലിനെ ദൈവം ഒരു ഉദാഹരണമായിട്ട് കാണിക്കുകയാണ് അല്ലെ. എല്ലാ മേഖലയിലും, സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദൈവമാണ് അല്ലെ. എല്ലാ മേഖലയിലും ലോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ലോ അനുസരിച്ച് മുമ്പോട്ട് പോകണം എന്ന് ദൈവം കാണിക്കും. അപ്പൊ ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ പേടിച്ചു അല്ലെ. കാരണം ലോ അവര് ബ്രേക്ക് ചെയ്തു. പക്ഷെ ദൈവം യേശുക്രിസ്തു അതിനെപ്പറ്റി മൈൻഡ് ചെയ്തില്ല. കാര്യം എന്താന്ന് വെച്ചാല് യേശുവിനറിയാം ഞാൻ ഈ ലോ കൊടുത്തത്, അവർക്ക് ന്യായപ്രമാണം കൊടുത്തത് സ്ത്രീകൾ ക്ലീൻ ആയിരിക്കത്തില്ല, അൺക്ലീൻ ആയിരിക്കും, അശുദ്ധി ഉള്ളവരായിരിക്കും ആ സമയങ്ങളിൽ, രക്തസ്രാവത്തിന്റെ സമയത്തിൽ. അതുകൊണ്ട് അവരാരും ബുദ്ധിമുട്ടിക്കരുത്, അതാണ് ലോ അല്ലെ. അപ്പൊ അതാണ് ദൈവം ആ ലോ കൊടുത്തതിന്റെ പുറകിലുള്ള അപ്പൊ കരുണ എന്നുള്ളത് അല്ലെ. ഈ ലോ കൊടുത്തിരിക്കുന്നതിന്റെ പുറകിലുള്ള സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ്. അപ്പൊ അത് കരുണയാണ് ദൈവം കാണിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം അതിനെപ്പറ്റി യേശുക്രിസ്തു അതിനെപ്പറ്റി സ്ത്രീയോട് ഒന്നും ചോദിക്കാതിരുന്നത്. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീ നമ്മളോട്
കാണിച്ചു തരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പോലും അറിയാതെ കാണിച്ചു തരുന്ന ഒരു വലിയ ഒരു ദൈവത്തിന്റെ ഒരു ഒരു രാജ്യത്തിന്റെ ഒരു മർമ്മമാണ്. ദൈവം എന്താണ് ഉദ്ദേശിച്ചത് ഈ ന്യായപ്രമാണം കൊണ്ടെല്ലാം ബലി കൊണ്ടും എല്ലാം ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതിനെ പറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോമക്കൃത ലേഖനത്തിലെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 4ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. യേശു ക്രിസ്തുവാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം അല്ലെ. നീതി വരുന്നത്, റൈച്ചസ്നെസ് വരുന്നത് ദൈവത്തിൽ നിന്നാണെന്നും ആ റൈച്ചസ്നെസ് നമുക്ക് കിട്ടിയ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണെന്നും യേശു ക്രിസ്തുവാണ് ആ റൈച്ചസ്നെസ് ഉള്ളതെന്ന് കാണുകയോ ചെയ്തിരിക്കുന്നത്. യേശുവിന്റെ വിശ്വാസം കൊണ്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് റോമക്ക് തന്നെ എഴുതിയ ലേഖനത്തിൽ 3ാം ചാപ്റ്റർ 21 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അപ്പാർട്ട് ഫ്രം ദ ലോ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇസ് റിവീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് അല്ലെ, ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക റൈച്ചസ്നെസ്സിനെ പറ്റിയല്ല പറഞ്ഞത്, ദൈവത്തിന്റെ റൈച്ചസ്നെസ് അത് റിവീൽ ചെയ്തിരിക്കും യേശു ക്രിസ്തു, യേശുവിൽ വിശ്വസിക്കുന്നത് വഴി അല്ലെ. അപ്പൊ ഈ സ്ത്രീ അറിയാതെയും കൂടെ ആ ഒരു ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ മർമ്മ അവര് എന്താ പറയാ അവര് വർക്ക്ഔട്ട് ചെയ്യുകയോ ചെയ്തു, അവര് ഫുൾഫിൽ ചെയ്യുകയോ ചെയ്തു. അത് അറിഞ്ഞിട്ടില്ല. അവര് വിശ്വാസത്തിൽ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ദൈവത്തിലുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അവർ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ശരിക്കും പറഞ്ഞാല് ദൈവത്തിന്റെ ആ ഒരു പദ്ധതി, മനുഷ്യവർഗത്തെ പറ്റിയുള്ള പദ്ധതി അവര് എന്താ പറയാ ഫുൾഫിൽ ചെയ്യുകയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ലോയും ദൈവം കൊടുത്തിരിക്കുമ്പോ ദൈവം തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലോ ചെയ്യുന്നോണ്ട് ആരും, ലോയിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നോണ്ട് ആർക്കും റൈച്ചസ്നെസ് കിട്ടുന്നില്ല, നീതി കിട്ടുന്നില്ല, ആരും എന്താ പറയുന്നത് നീതിമാനാകുന്നില്ല, രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോ അവിടെ ദൈവം പറയുന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത്. അപ്പൊ സ്ത്രീ ഇവിടെ മൂവ് ചെയ്തിരിക്കുന്ന വിശ്വാസത്തിലാണ് അല്ലെ. ഇവര് മൂവ് ചെയ്തിരിക്കുന്നത് എബ്രഹാമിന്റെ വിശ്വാസത്തിലാണ്. എബ്രഹാമിന്റെ സന്തതിയാണ് ഇവര് അല്ലെ. എബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് എബ്രഹാമിനെ നീതീകരിക്കപ്പെട്ടവനായി തീർന്നു. എബ്രഹാം നീതീകരിക്കപ്പെട്ടവനായി തീർന്നു, റൈച്ചസ്നെസ് ഉള്ളവനായി തീർന്നു, റൈച്ചസ് ആയിട്ടുള്ള വ്യക്തിയായി തീർന്നു. അത് തന്നെയാണ് സ്ത്രീ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവരറിഞ്ഞില്ല, അത് വാസ്തവമാണ് അല്ലെ. അപ്പോ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ അശുദ്ധിയുള്ള സ്ത്രീ ഒന്ന് തൊട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം യേശുവിനെ അറിയാം, ഇവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വിശ്വാസം എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അല്ലെ, ആ ദൈവത്തിന്റെ എന്താ പറയാ നീതി അനുസരിച്ചുള്ള കാര്യത്തിൽ അവർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ, ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുള്ള കാര്യത്തിൽ അവർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് ദൈവത്തിന്റെ ആ എന്താ പറയാ നീതിയിലേക്ക്, ആ റൈച്ചസ്നെസ്സിലേക്ക് അവര് ടാപ്പിൻ ചെയ്തിരിക്കുകയാണ്. അവര് പോലും അറിയാതെ ദൈവത്തിന്റെ റൈച്ചസ്നെസ് അവർക്ക് കിട്ടിയിരിക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ. യേശുവിലുള്ള വിശ്വാസം കൊണ്ടാണല്ലോ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അവരങ്ങനെ നീതീകരിക്കപ്പെട്ടിരിക്കുക ചെയ്തിരിക്കുന്നത്, അവര് പോലും അറിഞ്ഞില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ ആ ഒരു നീതിയിൽ റൈച്ചസ്നെസ് നമ്മൾ മൂവ് ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിന്റെ ആ റൈച്ചസ്നെസ് നമ്മൾ നടക്കുകയോ ചെയ്യുന്നത്. അത് തന്നെയാണ് ദൈവത്തിന് വേണ്ടത് അല്ലെ. ദൈവം നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാര് അവര് വിശ്വാസത്തിലാണ് ജീവിക്കുന്നത് അല്ലെ. ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ള ദൈവത്തിന്റെ താല്പര്യമാണ്, ഹിതമാണ് നമ്മളെ പറ്റിയുള്ളത്. കാര്യം എന്ന് വെച്ചാല്, നമ്മൾ വിശ്വാസത്തിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ റൈച്ചസ്നെസ്, ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ ജീവിക്കുക ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുമോ എനിക്ക് വിശ്വാസം വെറുതെ, ഞാൻ വിശ്വസിക്കുമായിരിക്കും, എന്റെ കഷ്ടപ്പാടിന്റെ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് വെറുതെ വിശ്വാസം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ നീതിയിൽ, ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ ജീവിക്കുക ചെയ്യുന്നത് അല്ലെ. ദൈവത്തിന്റെ ആ നീതിയില് നമ്മൾ ജീവിക്കുന്ന വ്യക്തികളെ ഒന്ന് തൊടാൻ പോലും പിശാചിന് സാധിക്കത്തില്ല അല്ലെ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, സ്ത്രീ വഴി ഈ സ്ത്രീ പോലും അറിഞ്ഞില്ല അവരെന്താ ചെയ്യുന്നുള്ള കാര്യം അല്ലെ. എബ്രഹാമിന്റെ ആ വിശ്വാസം ഉണ്ടല്ലോ, അതേ വിശ്വാസം പോലെ അത്രയ്ക്കുള്ള വിശ്വാസത്തെ അവര് ഓപ്പറേറ്റ് ചെയ്യുവാണ് അവരറിഞ്ഞു പോലും അല്ലെ. അവരറിഞ്ഞില്ല വലിയൊരു ദൈവരാജ്യത്തിന്റെ ഒരു മർമ്മ അവരവിടെ എക്സസൈസ് ചെയ്യുമായിരുന്നു, അവര് പോലും അറിയാതെ. അവര് വിചാരിച്ചു എന്റെ ഈ രക്തസ്രാവം ഒന്ന് നിർത്തിക്കിട്ടണം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, 12 വർഷമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവർ ആ ഒരു ആക്ട് കാരണം അവർ ചെയ്തത് ദൈവത്തിന്റെ ഒരു വലിയൊരു ഹിതം അവർ നിറവേറ്റുക ചെയ്തിരുന്നു അല്ലെ. അവര് കാണിക്കുക ചെയ്തിരുന്നു പരീശന്മാരെ ശാസ്ത്രിമാരെ മുമ്പിൽ വെച്ചിട്ട്
അല്ലെ? പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും യേശുക്രിസ്തുവിനെ കണ്ണെടുത്തേ കാണത്തില്ലായിരുന്നു. യേശുവിന് വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അല്ലെ? അവര് എന്തെങ്കിലുമൊക്കെ കൊണ്ട് യേശുവിനെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നത്തിലാക്കാൻ വേണ്ടി, അല്ലെ യേശുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീ പബ്ലിക്കായിട്ട് കാണിക്കുകയോ ചെയ്തത് അവര് പോലും അറിയാതെ ഇതാണ് യേശുക്രിസ്തുവാണ് റൈച്ചസ്നെസിന്റെ അവസാനത്തെ വാക്ക്, ലോയിന്റെ അവസാനത്തെ വാക്ക്, അല്ലെ? റൈച്ചസ്നെസ്, നീതി വരുന്ന അവനിൽ നിന്നാണ് എന്ന് കാണിക്കുകയോ ചെയ്തിരിക്കുന്നത്. അല്ല, അവര് പോലും അറിയാതെ ഒരു ഒരു പ്രോഫസി പോലെ പ്രോഫറ്റിക്കലി അവര് മൂവ് ചെയ്യുകയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കെയാഫസ് പറഞ്ഞ പോലെ എല്ലാരും എന്തിനാ മരിക്കുന്നത്, അല്ലെ? യേശുവിന്റെ യേശുവിനെ ക്രൂസിഫൈ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞ പോലെ കയാഫാസ് ഇങ്ങനെ പറഞ്ഞത്, എല്ലാവരും എന്തിനാണ് മരിക്കുന്നത്, ഒരാള് എല്ലാവർക്കും വേണ്ടി മരിച്ചാൽ പോരെ എന്ന് ചോദിച്ച പോലെ കെയാഫാസിന് പോലും അറിയത്തില്ല അങ്ങനെ എന്താ പറയുന്നുള്ള കാര്യം പോലും അറിയത്തില്ല. പക്ഷെ അതൊരു പ്രൊഫറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു, അല്ലെ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു എന്ന് നമുക്കറിയാം. പോൾ എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർക്കെതിലേക്ക് 5 ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആക്ട് ഈ ലേഡി ചെയ്തിരിക്കുന്നത്. ഇതാണ് നടക്കാൻ പോകുന്നത്, അല്ലെ? യേശുക്രിസ്തു ലോയിന്റെ അവസാനമാണ്. വിശ്വസിക്കുന്നവർക്ക് റൈച്ചസ്നെസ്സിനായിട്ടുള്ള, വിശ്വസിക്കുന്നവർക്ക് നീതീകരണത്തിന് വേണ്ടിയുള്ള ലോയിന്റെ അവസാനമാണ് യേശുക്രിസ്തു, അല്ലെ? അവനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ, അല്ലെ? ഇന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ സ്ത്രീ അത് കാണിക്കുകയോ ചെയ്തിരിക്കുന്നു, അല്ലെ? വെറുതെ ആ സ്ത്രീ തന്റെ വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക മാത്രമായിരുന്നില്ല, പക്ഷെ ആ വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്തത് വലിയ ഒരു ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ ഒരു മർമ്മം, അല്ലെ? ഒരു മിസ്റ്ററി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ ആ ഒരു വലിയ സീക്രട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ ആ ദൈവത്തിന്റെ ഹിതം അവര് വെളിപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെ, നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് ദൈവത്തിന്റെ നീതിയിലാണ് എന്ന് മനസ്സിലാക്കുക, അല്ലെ? ഓരോ നിമിഷവും ദൈവത്തിന്റെ നീതിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ ഒന്ന് തൊട്ടാൽ പോലും പിശാചിന് ഒരു അവകാശവും ഇല്ല, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു കർത്താവ് സമയത്ത് നന്ദി പറയുന്നത് കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവ് നന്ദി പറയുന്നത് കർത്താവ്, ഞങ്ങൾ തേടിയെത്തിയ സ്നേഹം ഞങ്ങളെ അങ്ങയുടെ നീതി കൊണ്ട് കർത്താവെ വാഷ് ചെയ്തതിനായിട്ടും കർത്താവ് ക്ലോത്ത് ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയോർത്ത് പ്രാർത്ഥിക്കുന്നു, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് ഞങ്ങൾ എടുക്കുമ്പോഴും കർത്താവ് അങ്ങയിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ ജീവിക്കട്ടെ കർത്താവെ. അങ്ങയുടെ നീതിമാന്മാർ കർത്താവെ അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് ജീവിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ജീവിച്ചാൽ മതി കർത്താവ്. ഞങ്ങളുടെ ഉള്ള വിശ്വാസം കൊണ്ടല്ല കർത്താവ്, വിശ്വാസമില്ലാഴികയുമല്ല കർത്താവെ, അങ്ങയിലുള്ള വിശ്വാസം കൊണ്ട് ജീവിക്കട്ടെ കർത്താവ്. അങ്ങനെയാകുമ്പോ ഞങ്ങള് കർത്താവെ അങ്ങയുടെ നീതിയിൽ കർത്താവെ, യേശുവെ അങ്ങയുടെ നീതിയിൽ ഞങ്ങൾ ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട ദൈവത്തെ മഹത്വം.